ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പടിയിറങ്ങുകയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ വർഷയോടും അതുപോലെ തന്നെ ബബിതയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്കൂളിൽ പോകാറൊന്നും ആയില്ലേ, എല്ലാം എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, എനിക്കിന്ന് ചോറ് വേണ്ട, ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തു വെച്ചോളാം. ഉടനെ രോഹിത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് തിരിച്ച് മേളിലോട്ട് കയറി പോവുക. ആ സമയത്ത് ചോദിക്കുമ്പോൾ ഞാൻ ബൈക്കിൻ്റെ കീ എടുക്കാൻ പോകുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മനുവിൻ്റെ എൻട്രി കേട്ടോ. അതായത് അലീന കരഞ്ഞുകൊണ്ട് വീടിൻ്റെ പടി ഇറങ്ങുമ്പോഴേക്കും മനു വരികയാണ്. മനുവിനെ കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ മനു ചോദിക്കുകയാണ്, ഇത് എവിടെ പോകുക എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നെ പിരിച്ചു വിട്ടു മനുവേട്ട, എന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു, ഞാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ പോകുക എന്നോ, അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ തന്നെ കൊണ്ടുവന്നത്, ബാലേന്ദ്രൻ ഞങ്ങൾ കൂടെ വന്നു എന്നല്ലേ ഉള്ളൂ, ഞാനല്ലേ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, അപ്പോൾ എന്നോട് ചോദിക്കാതെ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ല, അല്ല എന്താ കാരണം, അത് പിന്നെ ഞാൻ സ്വർണവും പണത്തിനും ഒക്കെ അഭിമാനം വിറ്റവള, അതുപോലെ തന്നെ ഞാൻ മോഷ്ടിക്കുന്നവള, അത് തന്നെ കാരണം. നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നീ ഇവരോട് പറയത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു നോക്കി പല പ്രാവശ്യം, പക്ഷെ ആരും എന്നെ വിശ്വസിച്ചില്ല, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ അതുകൊണ്ട് പോകുക എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നീ ആ തെറ്റ് തിരുത്തിയിട്ടല്ലേ പോകേണ്ടത്, അത് തെളിയിച്ചിട്ടല്ലേ പോകേണ്ടത്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് കൈ കൊട്ടി ഒരാളെ വിളിക്കാണ് കാറിനകത്തുനിന്ന്. അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ ഹരിയായിരിക്കുവേ. ഹരിയെ കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സംശയം, ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ഇങ്ങനെ അലീന നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് ഹരി തലയെല്ലാം കുനിച്ച് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് മനു പറയുന്നുണ്ട്, നീയേ അകത്തോട്ട് കയറി നിൽക്ക്, അകത്തോട്ടെന്ന് വെച്ചാൽ ഈ സിറ്റൗട്ടിലോട്ട് കയറി നിൽക്ക്, വഴിയിലോട്ട് പോകുന്നവരാരും തെറ്റിദ്ധരിക്കണ്ട, ഒരു അഭയാർത്ഥിയെ പോലെ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് നീ അകത്തോട്ട് കയറി നിൽക്ക്, കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഹരിയും കൂട്ടി ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഹരിയും മനുവും കൂടെ വരുന്നത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണേ. ഈ സമയത്ത് മനു ഇങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് വിശ്വാസമുണ്ടോ അലീന അങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്തെന്ന്? ഉടനെ അലീനയെക്കുറിച്ച് പറയാൻ കേട്ടോ. അതായത് ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മതിയായ എക്സ്പ്ലനേഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശരി അങ്കിളെ, ഇന്നലെ അങ്കിൾ പറഞ്ഞില്ലായിരുന്നോ ഹരിയോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നു, എന്നിട്ട് തീരുമാനം എടുക്കായിരുന്നു എന്നൊക്കെ, ഇപ്പം കൺമുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അങ്കിളിന് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ ഹരിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ വീട്ടിൽ വെച്ച് നീയും അലീനയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ഉടനെ ഇല്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രോഹിത് ഇങ്ങനെ കണ്ണും വീശി നിൽക്കുകയാണേ. എന്നിട്ട് ചോദിക്കുന്നത്, നീ ഇവിടെ പല പ്രാവശ്യം വന്നു പോയല്ലോ, എന്നിട്ട് അവൾക്ക് സ്വർണം കൊടുത്തില്ലേ? അപ്പോൾ അത് സ്വർണ്ണമല്ലെങ്കിലേ, നിന്നോട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി, അത് സ്വർണ്ണമല്ലാന്ന് എനിക്ക് പറയാം. ആ സ്വർണത്തിൻ്റെ റിങ് നീ കൊടുത്തല്ലോ, അത് അവൾ വാങ്ങിച്ചതാണോ? അല്ല. പിന്നെ അവളുടെ ബാഗിൽ അതെങ്ങനെ വന്നു? അത് പിന്നെ ഞാൻ അവളെ അറിയാതെ കൊണ്ടുവച്ചതാ. അതെന്തിനാ അങ്ങനെ ചെയ്തത്? അത് പിന്നെ രോഹിത്തിനോട് ഞാൻ കുറച്ച് വീമ്പിളക്കിയായിരുന്നു, ഞാൻ കൊടുത്താൽ മേടിക്കുമെന്നും ഞാനും അവളും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നും അങ്ങനെ കുറേ. അപ്പോൾ അവൻ പോയി ആ ബാഗ് ചെക്ക് ചെയ്യുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാ. ഉടനെ പിന്നെയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ അവളെ പല പ്രാവശ്യം കാണാൻ വന്നതും സംസാരിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനോടൊന്ന് തള്ളിയതും എല്ലാം ഒക്കെയാണ് അങ്കിളെ എന്നൊക്കെ പറയാനുണ്ടോ. എടാ നീ എന്തൊക്കെ ഈ കാണിച്ചു വിട്ടെന്നറിയാമോ? നിന്റെ തോന്നിവാസം, നിന്റെ പറച്ചിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം പെണ്ണിനെയാണ് നീ ബലിയേടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് രോക്ഷാകുലനാകുകയാണ് കേട്ടോ. ഈ സമയത്ത് അടിക്കാൻ വരെ ഓങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ബബിതയും വർഷം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സമയമായി, ഞങ്ങൾ പോകുമേ എന്ന് പറയാനേ. ഉടനെ രോഹിത്താണെങ്കിൽ ഹരി ഒരു നോട്ടം നോക്കിയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. ശേഷം നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, അതായത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും ചോദിക്കാനില്ല. ഉടനെ മനുവും പറയുന്നുണ്ട്, ആൻറ്റിക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. ഉടനെ ഹരി പോകുകയാണ് കേട്ടോ. തിരികെ പോകുമ്പോഴത്തേക്കിനും ഹരിയുടെ മനു പറയുന്നുണ്ട്, അതെ നമുക്ക് ഒരുമിച്ച് പോകാം, വെളിയിലോട്ട് നിന്നോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഹരി തിരികെ പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് മനു പറയുന്നുണ്ട്, ഇപ്പം ആൻറ്റിക്ക് മനസ്സിലായല്ലോ, ഇപ്പം ആൻറ്റിക്ക് എല്ലാം ബോധ്യമായല്ലോ, ഒരു ചെറിയൊരു പരിഗണന, ഒരു മനുഷ്യത്വം അത് ആൻറ്റിക്ക് കാണിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ
നീ എന്തിനാണ് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അവളുടെ ഭാഗം ന്യായീകരിക്കാൻ നീ എന്തിനു നടക്കുന്നു? അത് പിന്നെ എനിക്കറിയാം, എനിക്ക് അലീനയെ നന്നായിട്ട് അറിയാം, അവൾ വളർന്നു വന്ന സാഹചര്യം അറിയാം, അവളുടെ മമ്മി അറിയാം, അതുകൊണ്ട് അവൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാനിട്ടോ. ശരി, സമ്മതിച്ചു. എങ്കിൽ പിന്നെ അവൾ ബാലേന്ദ്രൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിച്ച 2500 രൂപയോ അത് അവൾ സമ്മതിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അവളെ സമ്മതിച്ചു എന്ന് പറയിപ്പിക്കാതെ സമ്മതിപ്പിച്ചു എന്ന് പറയുന്നത് അവ ശരി. ഇങ്ങനെ പുറകെ നടന്ന് ഹരാസ് ചെയ്യുമ്പോൾ ആരായാലും സമ്മതിച്ചു പോകും. പിന്നെ അവളുടെ കയ്യിൽ പൈസ കാണും. കാരണം മുത്തശ്ശൻ പണ്ട് ബ്രിജിത മമ്മിക്ക് 10,000 രൂപ കൊടുത്തിരുന്നു. അവർ മരിച്ചു പോയില്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് മിച്ചം ചെയ്തുവെങ്കിലും അലീനയുടെ കയ്യിൽ ഇല്ലാതിരിക്കുമോ? അതായിരിക്കും അലീനയുടെ കയ്യിലുള്ളത്. അത് ഇവിടുത്തെ കാശാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചാൽ അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ നഷ്ടപ്പെട്ട 2500 രൂപ എവിടെ? അത് ആൻറ്റിയുടെ മകനെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ചിട്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടും. ആഹാ, അപ്പോൾ രോഹിത് എടുത്തു എന്നാണോ നീ പറഞ്ഞത്? ആയിരിക്കാലോ. രോഹിത്തിനോട് ഇങ്ങനെ എന്താ സ്നേഹത്തോടെ ഇങ്ങനെ ചോദിച്ചാൽ അവൻ പറയില്ല. ഇന്ന് രാവിലെ ഹരിയോടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അവൻ ഇല്ല എന്നാ പറഞ്ഞത്. 4 എണ്ണം ചെകിട്ടത്ത് പൊട്ടിച്ചപ്പോഴത്തേനും സത്യങ്ങൾ മണി പോലെ ഇങ്ങി വന്നു. അതുകൊണ്ട് രോഹിത്തിനെ ഒന്ന് പിടിച്ചാൽ ആൻറ്റിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പോയ കാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് പറയാനിട്ടോ. അപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് വൈജയന്തിയെ. ഈ സമയത്ത് അയ്യോ ബാങ്കിൽ പോകാൻ സമയമായി, ഇന്നും ഞാൻ ലേറ്റാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. അങ്ങനെ മുറ്റത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ബാലചന്ദ്രനും മനുവും കൂടെ. അപ്പോൾ നമ്മുടെ അലീന അവിടെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുവേ. അലീനയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ തെറ്റുപറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്കേ. വേണ്ടല്ലോ ഒന്ന് പറയാൻ കേട്ടോ. ആ പോട്ടെ, എന്നാ ഈ പൈസ നീ വെച്ചോ. വേണ്ട, പൈസ വെക്കും മോളെ, എന്നിട്ട് അകത്തോട്ട് കയറി വാ. വേണ്ട, ഞാൻ പോകുക. മോളെ ചില തെറ്റിദ്ധാരണകൾ സംഭവിച്ചു പോയി, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഹൃദയവിശാലതയുള്ളവർ അത് ക്ഷമിക്കുക കൂടെ വേണം എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അലീന കരച്ചിൽ നിർത്തുന്നില്ലേ, അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും മനുവിനോട് ബാലേന്ദ്രൻ പറയാം, എടാ നീ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകാൻ കേട്ടോ. അങ്ങനെ മനു വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്തെങ്കിലും വിഷയമോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ഫോൺ കോൾ വിളിക്കാൻ, നീ അത് ചെയ്തോ? ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നീ എന്താ എന്നെ ഒന്ന് വിളിക്കാൻ? ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറയണം, എന്നോട് മാത്രം, ഞാൻ പരിഹരിച്ചോളാന്നേ. പിന്നെ നീ എവിടേക്ക് പോവാന്നായി പറയുന്നത്? നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ദേ ബാ അകത്തേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് ബാഗും ഒക്കെ ആയിട്ട് അലീനനെയും കൂട്ടി അകത്തേക്ക് പോകുവാണേ. ഈ സമയത്ത് ഹരിയാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അലീനനെ തുറച്ച് നോക്കിയിട്ടായിരിക്കും കേട്ടോ, അത് നോട്ടം കൊണ്ടത് ദഹിപ്പിക്കാന്നൊക്കെ പറയത്തില്ലേ, അമ്മ അതിന് നോട്ടം നോക്കിയിട്ടായിരിക്കും ഹരി പോയിരിക്കാൻ. അങ്ങനെ അലീനയും മനുവും കൂടെ ഉള്ളിലോട്ട് കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഉള്ളിലോട്ട് കയറി പോകുമ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ വൈജയന്തി പോയിട്ടുണ്ടായിരിക്കും. വൈജയന്തി ഒരു രൂക്ഷമായിട്ടൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ വിളമ്പുകയാണ്. അലീന മനു എന്തെങ്കിലും കഴിച്ചു എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയണം. അങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് മനുവിനും അതുപോലെ തന്നെ ബാലചന്ദ്രനും. അപ്പോൾ അലീനയ്ക്കുള്ള ഫുഡ് എടുക്കുകയാണേ. ഉടനെ മനു പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുക, ബാ കഴിക്കുക എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ബാ ഞങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീനനെ മനുവിൻ്റെ ഒപ്പം തന്നെ മനു ഇരുത്താണ് കേട്ടോ. എന്നിട്ട് കറിയൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അത് ബാലചന്ദ്രൻ ഒരു കൗതുകത്തോടെയും ഒരു ചിരിയോടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി വൈകിട്ട് വീട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും അലീന തകൃതിയായിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്ത് എന്താ പറയുന്നുണ്ട്, ആഹാ നീ ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങാന്ന് നീ പ്രതീക്ഷിക്കേണ്ടടി. നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുക തന്നെ ചെയ്യും. നിന്റെ സ്വഭാവശുദ്ധിയിലൊന്നും എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല, നീ അത് കണ്ടങ്ങ് ആടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ ഇവള് പറയുന്നുണ്ട്, അതായത് അലീന പറയുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി കാലം നിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല, എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകും, ആ തോർത്ത് മേഡം പേടിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മനു ആദ്യം തന്നെ വന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ഇവിടെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവളെന്തിയേ? അത് പിന്നെ അവളെല്ലാവരും കൂടെ പറഞ്ഞു വിട്ടടാ. എന്തിനു പറഞ്ഞു വിട്ടു? അവളെന്തോ തെറ്റ് ചെയ്തെന്നോ, നിന്റെ അനിയൻ വന്ന് എന്തൊക്കെയോ അവളോട് ഏടാകൂടം കാണിച്ചെന്നോ, അവൾ സ്വഭാവശുദ്ധിയുള്ള പെണ്ണായതുകൊണ്ട് അവൾ അതിനൊന്നും വഴങ്ങിയില്ല, അതിൻ്റെ പ്രതികാരം തീർത്തതായിരിക്കും. എങ്കിലേ ഇപ്പം അതുപോലെ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടത്തില്ലടാ. എങ്കിൽ പിന്നെ മുത്തശ്ശിയുടെ മോളോട് പറയാൻ പറ്റത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതാ, കിളിക്ക് കുത്തുന്ന പോലെ പറഞ്ഞ, എൻ്റെ വാക്ക് ആര് കേൾക്കാൻ? ഈ കാലി വയ്യാത്തവളുടെ വാക്ക് ആര് കേൾക്കാൻ? എങ്കിൽ പിന്നെ മുത്തശ്ശിക്ക് എന്നോട് വിളിച്ച് പറയത്തില്ലായിരുന്നോ? അതിന് ഞാൻ ഈ കാലി വയ്യാതെ എന്നാ ചെയ്യാനാ? മുത്തശ്ശിക്ക് ഫോണില്ലേ, അതിന് നിന്റെ അമ്മ അതെല്ലാം നശിപ്പിച്ചില്ലേ? ശരി, ഞാൻ ഒരു ഫോൺ മേടിച്ചു തരാം, അത് വിട്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദേ ഞാനൊരു പെൺകുട്ടിയെ തിരിച്ചേൽപ്പിക്കുക, അവളെ പൊന്നുപോലെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് അലീനനെ തിരികെ കൊണ്ട് മുത്തശ്ശിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ കേട്ടോ. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുകയാണേ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. നമ്മുടെ ഹരിയുടെ അമ്മ
ഹരിയുടെയും മനുവിൻ്റെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയാണേ. അങ്ങനെ അറിയുമ്പോഴത്തേക്കിനും അവർക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ വയ്യ. കാരണം ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ റിസ്ക് എടുക്കാനും ഇത്രയൊക്കെ എന്താ ക്ഷോഭിതനാകേണ്ടതൊക്കെ കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ അവരാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് പിടിക്കുന്നത്? അവൾക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ മോനെയാണോ നീ ബലിയാടാക്കുന്നത്? നിൻ്റെ അനിയനല്ലേ അവനുമായിട്ടുള്ള അല്ലാത്ത ബന്ധം എന്താ അവളുമായിട്ട് നിനക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എനിക്ക് ഇത്തിരി ബന്ധമുണ്ട്, ഒരു പാവം പെൺകുട്ടിയോ, അവൾക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ നീ അങ്ങ് അവളെ പിടിച്ച് കല്യാണം കഴിക്കും, എന്നിട്ട് കൂടെ കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അത് ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുക, ആലോചന ഇതുവരായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല, അത് ഞാൻ വഴിയെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കമലത്തിന് ദേഷ്യം വരികയാണേ. അങ്ങനെ മനുവാണെങ്കിൽ നമ്മുടെ അലീനനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും തൻ്റെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണേ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ എപ്പിസോഡ് തീരുന്നത്.